നമസ്കാരം. ബീഹാർ തിരഞ്ഞെടുപ്പിലെ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. രാഷ്ട്രീയവും കുടുംബവും ഉപേക്ഷിക്കുന്നതായി മകൾ രോഹിണി ആചാര്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെ മറ്റ് 3 പെൺമക്കളും കുട്ടികളുമായി പാറ്റ്നയിലെ വസതി വിട്ട് ഡൽഹിയിലേക്ക് പോയി. രാജലക്ഷ്മി, രാഗിണി, ചന്ദ എന്നിവരാണ് വീട് വിട്ടത്. നേരത്തെ സിംഗപ്പൂരിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന മകളും വൃക്ക ദാനം ചെയ്ത വ്യക്തിയുമായ രോഹിണി ആചാര്യയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറത്തുവിട്ടത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് അവരുടെ പ്രതികരണം. തന്നെ പോലെ ഒരു മകളോ സഹോദരിയോ ഒരു കുടുംബത്തിലും ജനിക്കാതിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. വൃക്ക ദാനം ചെയ്തതിലൂടെ പണവും സീറ്റും നേടിയെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചതായി രോഹിണി ആരോപിച്ചു. സ്വന്തം ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ടാണ് തനിക്ക് അപമാനം നേരിട്ടതെന്നും അവർ വിമർശിച്ചു. തേജസ്വി യാദവിന്റെ അടുത്ത സഹായികളായ MP സഞ്ജയ് യാദവ്, റമീസു എന്നിവരാണ് കുടുംബ കലഹങ്ങൾക്ക് പിന്നിലെന്നും രോഹിണി ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം നേരത്തെ തന്നെ RJD വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച മൂത്ത സഹോദരൻ തേജ് പ്രതാപ് യാദവ് രോഹിണിയെ പിന്തുണച്ച് രംഗത്ത് വന്നു. തനിക്കെതിരായ പല ആക്രമണങ്ങളും സഹിച്ചിട്ടുണ്ടെന്നും എന്നാൽ സഹോദരി നേരിട്ട അപമാനം അസഹനീയമാണെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാനും പണത്തിനു വേണ്ടിയാണ് താൻ പിതാവിന് വൃക്ക നൽകിയതെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചുവെന്നാണ് രോഹിണി പറയുന്നത്. 2022 രോഹിണി ലാലുവിന് വൃക്ക നൽകിയത്. എക്സ് പോസ്റ്റിലൂടെയാണ് രോഹിണി കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ എന്നെ ശപിച്ചു, ഞാൻ വൃത്തികെട്ടവളാണെന്ന് പറഞ്ഞു. അച്ഛന് വൃക്ക നൽകിയതിന് പകരമായി കോടിക്കണക്കിന് രൂപയും സീറ്റും ഞാൻ വാങ്ങിയെടുത്തുവെന്ന് പറഞ്ഞു. പണം വാങ്ങിയ ശേഷം വൃത്തികെട്ട വൃക്കയാണ് അദ്ദേഹത്തിന് നൽകിയതെന്ന് പറഞ്ഞു. വിവാഹിതരായ പെൺമക്കളോടും സഹോദരിമാരോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അമ്മ വീട്ടിൽ മകനോ സഹോദരനോ ഉണ്ടെങ്കിൽ ദൈവതുല്യനായ പിതാവിനെ രക്ഷിക്കാൻ പോകരുത്. പകരം സഹോദരനോടോ ആ വീട്ടിലെ മകനോടോ അല്ലെങ്കിൽ അയാളുടെ ഹരിയാനക്കാരനായ സുഹൃത്തിനോടോ വൃക്ക ദാനം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറയണം. എല്ലാ സഹോദരിമാരും പെൺമക്കളും അവരുടെ സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കണം. സ്വന്തം മക്കളെയും ജോലിയും ഭർത്തൃമാതാപിതാക്കളെയും നോക്കണം. കിഡ്നി കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ചും 3 മക്കളെക്കുറിച്ചും ചിന്തിക്കാതെ വലിയ കുറ്റകൃത്യമാണ് ചെയ്തത്. കിഡ്നി ദാനം ചെയ്യുമ്പോൾ എൻ്റെ ഭർത്താവിനോടോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടോ ഞാൻ അനുവാദം ചോദിച്ചില്ല. എൻ്റെ ദൈവത്തെ, എൻ്റെ പിതാവിനെ രക്ഷിക്കാൻ ഞാനത് ചെയ്തു. എന്നാൽ ഇന്ന് അതിനെ അവർ വൃത്തികെട്ടത് എന്ന് വിളിക്കുന്നു. നിങ്ങളാരും എന്നെപ്പോലെ ഈ തെറ്റ് ചെയ്യരുത്. രോഹിണിയെപ്പോലെ ആരും ഒരു മകളാകരുത് എന്നാണ് രോഹിണി ആചാര്യ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. മറ്റൊരു എക്സ്പോസ്റ്റിൽ തനിക്ക് കുടുംബത്തിൽ നിന്ന് അസഭ്യ വാക്കുകൾ കേൾക്കേണ്ടി വന്നുവെന്നും അടിക്കാനായി ചെരുപ്പ് ഉയർത്തിയെന്നും രോഹിണി ആരോപിച്ചിരുന്നു. താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്, എൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കുകയാണ്. ഇതാണ് സഞ്ജയ് യാദവും റമീസും എന്നോട് ആവശ്യപ്പെട്ടത്. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുന്നുവെന്നാണ് രോഹിണി എക്സ്പോസിൽ പറഞ്ഞത്. രോഹിണി 2022 ലാലു പ്രസാദ് യാദവിന് കിഡ്നി ദാനം ചെയ്തത്. RJDയുടെ രാജ്യസഭാ MPയും രോഹിണിയുടെ സഹോദരൻ തേജസ്വി യാദവിന്റെ അടുത്ത അനുയായിയുമാണ് സഞ്ജയ് യാദവ്. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള അംഗമായ റമീസ് തേജസ്വിയുടെ സുഹൃത്താണ്. രോഹിണിക്ക് താല്പര്യമുള്ളവരല്ല ഇവർ രണ്ടുപേരുമെന്നാണ് വിവരം. ഡോക്ടർ കൂടിയായ രോഹിണി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലെ സരൺ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചുവെങ്കിലും BJPയുടെ രാജീവ് പ്രതാപ് റൂഡിയോട് പരാജയപ്പെട്ടിരുന്നു. ഏകദേശം 13,661 വോട്ടുകൾക്കാണ് രോഹിണി പരാജയപ്പെട്ടത്. അതേസമയം സഹോദരി മിസ ഭാരതി ജയിക്കുകയും ചെയ്തു. പാടലിപുത്ര മണ്ഡലത്തിൽ നിന്ന് 85,000 വോട്ടുകൾക്കാണ് മിസ ജയിച്ചത്. യാതൊരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും പാരമ്പര്യമില്ലാത്ത രോഹിണി ആചാര്യയെ രാഷ്ട്രീയത്തിലെ അധികാര ഇടനാഴിയിൽ എത്തിക്കാനുള്ള നീക്കം പൊളിഞ്ഞുവെന്നായിരുന്നു BJP ഇതിനെ വിമർശിച്ചിരുന്നത്.